ഉണ്ടായിരുന്നത് നമ്മൾ ഇവിടെ കുറേ ഭാഗത്ത് പാറ പൊട്ടിക്കുന്നൊക്കെ കാഴ്ചകൾ കണ്ടതാണ്. അപ്പോൾ ആ ഭാഗത്തൊക്കെ വർക്കുകൾ കഴിഞ്ഞതാണ്. നമുക്ക് നമ്മുടെ മേലെ കോഴിച്ചന ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഡ്രെയിനേജിൻ്റെ വർക്കിന് കീറിയത് കാണാം. ഇതാണ് ഇവിടെ ഞാൻ പറഞ്ഞത് ഇപ്പോൾ നടക്കുന്നൊരു വർക്ക്. ഈ ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കോഴിച്ചന ഭാഗത്താണ്. കോഴിച്ചന ഭാഗത്ത് എത്രത്തോളം വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഇനി ബാക്കി എത്രത്തോളം വർക്കുകൾ ഉണ്ടെന്ന് നോക്കാൻ വന്നതാണ്. വളരെ കുറഞ്ഞ വർക്കുകളാണ് ഇനി കോഴിച്ചന ഭാഗത്ത് വരാനുള്ളത്. ഈ ഭാഗത്ത് ഇവർ ക്യാമ്പിൻ്റെ ഈ ഭാഗത്തൊക്കെ ഇവരെ നമുക്ക് കാണാൻ ലൈൻ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. രണ്ട് സൈഡിലും നല്ല രീതിയിൽ ടാറിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മുൻഭാഗത്ത് അവിടെ കുറച്ച് ഭാഗത്ത് ടാറിങ്ങിൻ്റെ വർക്കുകൾ ബാക്കി ഉണ്ടായിരുന്ന ഒരു ഭാഗമുണ്ട്. അവിടെയൊക്കെ പോയി നോക്കാം എത്രത്തോളം ഇനി ബാക്കിയുണ്ടെന്ന്. ഇപ്പോൾ അധികം ഈ അവിടെയൊക്കെ നടക്കുന്നത് നടക്കുന്ന വർക്കുകൾ പറഞ്ഞാൽ ഇതുപോലുള്ള ഡ്രൈനേജിൻ്റെ വർക്കുകളാണ്. അതുകൊണ്ട് വാഹനങ്ങൾക്കൊക്കെ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. ഇവിടെ ഒരു ഓട്ടോറിക്ഷ അങ്ങോട്ട് ഈ സൈഡിലൂടെ അങ്ങോട്ട് തന്നെ പോകാനുള്ള ഒരു നോക്കാണ്, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. ഇതാണ് ഡ്രൈനേജിന് ആവശ്യമായിട്ടുള്ള ഒരു കമ്പി. ഇങ്ങനെയുള്ള കമ്പികളൊക്കെ വെൻ്റാക്കി അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം എത്രത്തോളം വർക്കുകൾ ഇനി മുൻഭാഗത്തൊക്കെ ബാക്കിയുണ്ടെന്ന്. അധിക ഭാഗത്തും ഇപ്പോൾ ഇതുപോലുള്ള ഡ്രൈനേജിൻ്റെ വർക്കുകളാണ് നടക്കുന്നത്. ഈ ഭാഗത്തൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കോഴിച്ചന വരുന്ന അണ്ടർപാസിൻ്റെ മുകളിൽ വന്നിട്ടുണ്ട്. ഇവിടെ കാണാൻ നമുക്ക് ലൈൻ മാർക്കിംഗ് ഒക്കെ ഒരു സൈഡിൽ കഴിഞ്ഞിട്ടുണ്ട്. ആ ഭാഗത്ത് അവിടം വരെ ടാറിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായി കണ്ടാലേ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുള്ളൂ നമ്മുടെ ഇവിടെയുള്ള വർക്കിൻ്റെയൊക്കെ എത്രത്തോളം മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന്. ഈ സൈഡിലും ഇപ്പോൾ ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെയാണ് നടക്കുന്നത്. അങ്ങനെയുള്ള ഭാഗങ്ങൾ ഇതുപോലെ ഇപ്പോൾ ഈ ഇങ്ങനെ സൈഡിൽ വരുന്ന ഈ നമ്മുടെ ക്രാഷ് ബാരിയറിൻ്റെ ഭാഗത്ത് ഇവിടെ കാണാൻ നമുക്ക് കോൺക്രീറ്റ് ചെയ്ത പോലെ ഉള്ള വർക്കുകളൊക്കെയാണ് ഈ ഭാഗത്ത് കോഴിച്ചനയിൽ അധികം ഇപ്പോൾ നടക്കുന്നത്. ഇങ്ങനെയുള്ള ഭാഗത്തുള്ള മണ്ണൊക്കെ ആയൊക്കെ തട്ടിയിട്ടതിന് ശേഷം ആ ഭാഗത്തൊക്കെ കോൺക്രീറ്റ് വർക്കാണ് നടക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ആ ഭാഗത്തായിരുന്നു കൂടുതൽ വർക്കുകൾ ഉണ്ടായിരുന്നത്. ടാറിങ്ങും അവിടെ പാറകളൊക്കെ പൊട്ടിച്ചെടുക്കാനുള്ളത്. ആ ഭാഗത്തൊക്കെ ടാറിങ് കഴിഞ്ഞതായിട്ട് കാണുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അപ്പോൾ നമ്മുടെ കോഴിച്ചനയിലെ ഓവർപാസിൻ്റെ മുകളിലാണ് ഞാൻ. ഇതാണ് കോഴിച്ചന ഓവർപാസ്. വളരെ നല്ല രീതിയിൽ ഇവിടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലൊക്കെ വാഹനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടത് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് നോക്കുന്ന ഈ ഭാഗത്തേക്ക് ഉള്ള ഒരു കാഴ്ചയാണിത്. വളരെ നല്ല രീതിയിൽ ഇവിടെയൊക്കെ വർക്കുകൾ കഴിഞ്ഞത് കാണാം. ഇനി ഈ ഭാഗത്ത് താഴെ ഭാഗത്ത് ക്രഷ് ബാരിയറിനൊക്കെ പെയിൻറ്റിങ് ചെയ്യാനുണ്ട്. ഒരു സൈഡിൽ ലൈൻ മാർക്കിംഗ് ഉണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ ബാക്കിയുണ്ട്. വളരെ മനോഹരമായി ഇങ്ങനൊരു കാഴ്ച നമ്മുടെ കോഴിച്ചനണ്ട് കാണാൻ പറ്റി. നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. നമ്മുടെ മേലെ കോഴിച്ചന ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഡ്രെയിനേജിൻ്റെ വർക്കിന് കീറിയത് കാണാം. ഇതാണ് ഇവിടെ ഞാൻ പറഞ്ഞത് ഇപ്പോൾ നടക്കുന്നൊരു വർക്ക്. ഈ ഭാഗത്തൊക്കെ കാണാം നമുക്ക് ഈ ക്രാഷ് ബാരിയറിൻ്റെ ഭാഗത്തുള്ള മണ്ണുകളൊക്കെ നീക്കിയത്. ഇവിടെയുള്ള മണ്ണുകൾ നീക്കിയതിന് ശേഷം ഇവിടെ കോൺക്രീറ്റ് വർക്കാണ് നടക്കുന്നത്. ഇനി ഈ ഭാഗത്തൊക്കെ സെൻട്രൽ ഭാഗത്തുള്ള ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ബാക്കിയുള്ള വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ നമുക്ക് കാണാം ക്രാഷ് ബാരിയറിൻ്റെ ഭാഗത്തൊക്കെ കോൺക്രീറ്റ് ചെയ്തത് നല്ല ഫിനിഷിങ് വൃത്തിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താഴ്ഭാഗത്തു നിന്നുള്ള കാഴ്ച ഇതാണ്, ഈ വളവിൽ നിന്നുള്ള. അപ്പോൾ നമുക്ക് ഇനി മുൻഭാഗത്തേക്ക് ഒന്നും കൂടെ പോയി നോക്കാം. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഈ ഭാഗത്തായിരുന്നു ഏറ്റവും കൂടുതൽ വലിയ പാറകളൊക്കെ ഉണ്ടായിരുന്നത്. നമ്മൾ ഇവിടെ കുറേ ഭാഗത്ത് പാറ പൊട്ടിക്കുന്നൊക്കെ കാഴ്ചകൾ കണ്ടതാണ്. അപ്പോൾ ആ ഭാഗത്തൊക്കെ വർക്കുകൾ കഴിഞ്ഞത് കാണാം. നമുക്ക് നല്ല രീതിയിൽ ടാറിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ വളരെ കുറഞ്ഞ വർക്കുകൾ മാത്രമാണുള്ളത്. ആ ഭാഗത്തൊക്കെ സോയിൽ നെയിലിങ്ങിൻ്റെ വർക്ക്, വളരെ കുറഞ്ഞ ഭാഗത്ത് സോയിൽ നെയിലിങ്ങിൻ്റെ വർക്കുകൾ മാത്രമാണുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ കോഴിച്ചന വരുന്നൊരു പെട്രോൾ പമ്പിൻ്റെ മുൻഭാഗത്തൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഭാഗത്ത് മുൻഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഭാഗത്ത് ഇങ്ങനെ നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ വളരെ ദൂരത്തിൽ ഫുള്ളായിട്ട് വർക്ക് കഴിഞ്ഞത് കാണാം. നമുക്കിനി താഴത്ത് മഞ്ഞിലാസ്പടി പറഞ്ഞ ഭാഗത്തേക്കാണ് പോകാനുള്ളത്. ആ ഭാഗത്തുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്കിനി താഴ്ഭാഗത്തേക്ക് പോയി നോക്കാം. താഴ്ഭാഗത്തേക്ക് പോകുമ്പോൾ ഈ സൈഡിലൊക്കെ ഇപ്പോൾ നടക്കുന്ന വർക്കുകൾ പറഞ്ഞാൽ ഡ്രൈനേജിൻ്റെ വർക്കുകളാണ്.
താഴ്ഭാഗത്ത് ഒട്ടുമിക്ക വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട്. ക്രഷ് ബാരിയറിൻ്റെ വർക്കുകളാണ് അവിടെ സെൻട്രലിലുള്ള ക്രഷ് ബാരിയറിൻ്റെ വർക്കുകളാണ് ഇനി അവിടെ നടക്കാനുള്ളത്. ഇവിടെ കണ്ടില്ലേ, ഈ ഭാഗത്തൊക്കെ ഡ്രെയിനേജിൻ്റെ വർക്ക് കഴിഞ്ഞ് അതിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ മണ്ണ് വരെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഇവിടെയൊക്കെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ വർക്ക് നടക്കുന്ന സമയത്ത് കുറച്ച് പ്രയാസപ്പെട്ടിരുന്നു വാഹനങ്ങൾക്കൊക്കെ പോകാൻ. ഇപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഇപ്പോൾ ഡ്രെയിനേജിൻ്റെ വർക്കുകൾ നടക്കുന്നത്. അതുകൊണ്ട് കോഴിക്കോട് ഭാഗത്തേക്കൊക്കെ പോകുന്ന വാഹനങ്ങൾക്ക് ചില സമയത്തൊക്കെ ചെറിയ ബ്ലോക്കുകളൊക്കെ ഉണ്ടാകാറുണ്ട്, ഡ്രെയിനേജിൻ്റെ വർക്കിന് ആവശ്യമായിട്ടുള്ള മണ്ണുകളൊക്കെ എടുക്കുന്നതുകൊണ്ട്. അപ്പോൾ ഇതുപോലുള്ള മൺകൂനകളൊക്കെ കൊണ്ടുവന്ന് കാണുന്നത് എന്താ പറഞ്ഞാൽ ഈ ഭാഗത്തൊക്കെ ഈ കുഴികളൊക്കെ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട്. നമുക്ക് നോക്കാം ഇവിടെ. അപ്പോൾ നമ്മൾ അവിടുന്ന് വളരെ ദൂരത്തിൽ ഇങ്ങോട്ട് ടാർ ചെയ്ത ഭാഗങ്ങൾ കണ്ടു. ഇവിടെയൊക്കെ ഇതാണ്, നമ്മളവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ കാണാം നമുക്ക് സെൻട്രലിലെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ഇവിടെയാണ് മഞ്ഞിലാസ്പടി പറഞ്ഞ ഭാഗം. ഈ ഭാഗത്തായിരുന്നു നമുക്ക് വലിയ പാറകൾ ഉണ്ടായിരുന്നു. ഈ ഭാഗത്തും വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, കണ്ടുകൊള്ളൂ. ഇവിടെ സൈഡിൽ ഇനി ഡ്രെയിനേജിൻ്റെ വർക്കുകളാണ് നടക്കാനുള്ളത്. ആ ഭാഗത്തുള്ള ഡ്രെയിനേജിൻ്റെ വർക്കിൻ്റെ മുന്നോടിയായിട്ടുള്ള എല്ലാ വർക്കുകൾക്കും തുടക്കമിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കോഴിച്ചന ഭാഗത്തും വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി വളരെ കുറഞ്ഞ ഫിനിഷിംഗ് വർക്കുകൾ മാത്രമാണുള്ളത്. ഇപ്പോൾ ഈ ഭാഗത്ത് ക്രാഷ് ബാരിയർ വരുന്ന ഭാഗത്ത് ഈ ഭാഗത്ത് ഇരുമ്പിൻ്റെ ക്രാഷ് ബാരിയറാണ് അവിടെയൊക്കെ കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്ത് മാത്രം കുറച്ച് സ്ട്രോങ് ആക്കി വെച്ചിട്ട് ഇവിടെ കോൺക്രീറ്റ് ചെയ്ത് കാണാം. നമുക്ക് ഇവിടെയുള്ള മണ്ണുകൾ പൊട്ടിപ്പോയതിൻ്റെ എടുത്തു മാറ്റിയതിന് ശേഷം പൊട്ടിപ്പോകുന്ന ഒരു രീതിയിലുള്ള മണ്ണായതുകൊണ്ട് അപ്പോൾ ഇവിടുത്തെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കോഴിച്ചന മഞ്ഞിലാസ്പടിയിൽ നിന്നുള്ള ഒരു പുതിയൊരു കാഴ്ച. ഇത്രത്തോളം വർക്കുകൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണുള്ളത്. അതുകൊണ്ട് ഇവിടെയൊക്കെ ഉള്ള വർക്കുകൾ വളരെ വേഗത്തിലാണ് നടക്കുന്നത്. ഇനി കോട്ടക്കൽ ബൈപ്പാസിൻ്റെ ഭാഗത്താണ് ഇനി എന്താണെന്ന് നമുക്ക് നോക്കാനുള്ളത്. അടുത്ത വീഡിയോ നമുക്ക് കോട്ടക്കൽ ബൈപ്പാസിൻ്റെ ഭാഗത്ത് ഇതുപോലുള്ള ഒരു ഓവർപാസിൻ്റെ ആ ഓവർപാസിൻ്റെ അടുത്താണ് ബാക്കിയുള്ള വർക്കുകൾ കാണിക്കാനുള്ളത്. അത് നമുക്ക് നോക്കാം. അപ്പം മലപ്പുറം ജില്ലേൻ്റെ NH66 വർക്കുകൾ അവസാന ഘട്ടത്തിലേക്കായിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചിരുന്നു മന്ത്രിയുടെ വാക്കുകളൊക്കെ. അപ്പോൾ ഇനി ഈ ഭാഗങ്ങളിലുള്ള വർക്കുകൾ ഫിനിഷിംഗ് വർക്കിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് കോട്ടക്കൽ ബൈപ്പാസിൻ്റെ ഭാഗത്ത് അതുപോലുള്ള വട്ടപ്പാറ പിന്നെ കുറ്റിപ്പുറം ഭാഗങ്ങൾ അങ്ങനെയുള്ള ഭാഗത്തൊക്കെയാണ് ഇനി വർക്കുകൾ കംപ്ലീറ്റ് ആവാനുള്ളൂ. വളരെ കുറഞ്ഞ ഭാഗങ്ങളിൽ മാത്രമാണുള്ളത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ എല്ലായിടത്തും നോക്കാം. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഒന്നുകൂടി വ്യക്തമായിട്ട് കാണാം. ഇവിടെ ടാറിങ് കഴിഞ്ഞ ഭാഗം, ഇവിടെ കുറച്ച് ഭാഗത്താണ് ടാറിങ് ഇനി ഉള്ളത്. ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ ഡ്രില്ല് ചെയ്യുന്ന വണ്ടി നിൽക്കുന്ന ഭാഗത്ത് അത്രയും ഭാഗം കൂടെ ടാറിങ് ചെയ്യാനുണ്ട്. അതിൻ്റെ ഒരു പകുതി ഭാഗത്തോളം ഒഴിവാക്കി വിട്ടത് കാണാം. അപ്പോൾ ഇവിടെ ഇനിയും കുറച്ച് ഭാഗത്തൊക്കെ പാറകളുണ്ട്. അത് നമ്മൾ അപ്പുറത്തുനിന്ന് നോക്കിയപ്പോൾ കുറച്ച് ഫുള്ളായിട്ട് കഴിഞ്ഞ പോലെയെന്ന് നമുക്ക് കണ്ടിരുന്നു. ഒരു സൈഡിൽ ഫുള്ളായിട്ട് കഴിഞ്ഞിട്ട് വാഹനങ്ങളൊക്കെ ഓടുന്നുണ്ട്, കണ്ടില്ലേ, ആ കോലത്തിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് ഭാഗത്ത് ഇനി ബാക്കിയുള്ളത് അത് കഴിഞ്ഞു എന്ന് പറയാം, വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ഇനി. അപ്പോൾ ഇതിൻ്റെ മുകളിലൂടെ നമ്മൾ അപ്പുറത്തെ ഭാഗത്തേക്കും കൂടെ ഒന്ന് പോയി നോക്കാം. ഇവിടെ വലിയൊരു അണ്ടർപാസ്സാണ് വന്നിട്ടുള്ളത്. നല്ല വീതിയും വലിപ്പമൊക്കെ ഉണ്ട്. ഇതിൻ്റെ സെൻറ്ററിലുള്ള പാർട്ടീഷൻ ചെയ്തിട്ടില്ല, അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ തോന്നുന്നത്. അപ്പോൾ സോറി, ഓവർപാസ് കുറേ പേര് ഇങ്ങനെ എപ്പോഴും ചില സമയത്ത് മാറി പറയുന്നതാണ്. അവിടുന്ന് ഒരു ആംബുലൻസൊക്കെ വരുന്നുണ്ട്. കാണാം ഇവിടെ ഈ സൈഡിൽ ക്രാഷ് ബാരിയറിൻ്റെ സൈഡിൽ കോൺക്രീറ്റ് ചെയ്യാനുള്ള ഒരുക്കങ്ങളാണ്. ഇതുപോലുള്ള വർക്കുകളാണ് ഇപ്പോൾ അധിക ഭാഗത്തും കോഴിച്ചന ഭാഗത്ത് നടക്കുന്നത്. ഈ ഭാഗത്തുള്ള മണ്ണുകളൊക്കെ താഴെയൊക്കെ ഇളക്കിയിട്ടതിന് ശേഷം ഇവിടെ കോൺക്രീറ്റ് ചെയ്യാനുള്ള ഒരുക്കങ്ങളാണ്. അതിൻ്റെ മുന്നേയുള്ള കമ്പി കെട്ടുന്ന വർക്കുകളൊക്കെയാണ് ചെയ്യുന്നത്. കാണാം, താഴേക്ക് നോക്കുമ്പോൾ ഇവിടെ കാണാം നമുക്ക് സൈഡിലൊക്കെ ഈ മുകളിൽ നിന്നുള്ള താഴേക്ക് ഈ ആ മണ്ണുകളൊക്കെ തട്ടിയിട്ട് കാണാം. അപ്പോൾ ഇവിടെ ഇനി വളരെ കുറഞ്ഞ വർക്കുകൾ മാത്രമാണുള്ളത്. ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് അവിടം വരെ കഴിഞ്ഞിട്ടുണ്ട്, സെൻറ്റർ ഭാഗം വരെ ക്രാഷ് ബാരിയർ വെച്ച് ഇവിടെ ഈ അടിഭാഗത്തൊക്കെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ആ ഭാഗത്തും ഇതുപോലെ പുതുതായിട്ടുള്ള മണ്ണ് ഒഴിവാക്കി അതിൻ്റെ ശേഷം അവിടെ കോൺക്രീറ്റ് ചെയ്യാനുള്ള വർക്കുകളാണ് നടക്കുന്നത്.
അപ്പോൾ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ഒരു ബസ്സാണത്. അപ്പോൾ നമ്മളെ മഞ്ഞിലാസ്പടി വരുന്ന ഓവർപാസ് അതിൻ്റെ മുകളിൽ. അപ്പോൾ നമുക്കിനി താഴ്ഭാഗത്തേക്ക് പോയി നോക്കാം. അപ്പോൾ ഇനി നമ്മുടെ കോഴിച്ചന ഭാഗത്തൊക്കെ ഫിനിഷിങ് വർക്കുകളാണ് അധികം വരാനുള്ളത്. ബാക്കിയുള്ള എല്ലാ വർക്കുകളും കഴിഞ്ഞു. ഇവിടെ നമുക്ക് കാണാം സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട്. സൈഡിൽ ക്രാഷ് ബാരിയറിൻ്റെ ഭാഗത്ത് വരുന്ന ഭാഗത്ത് കുറഞ്ഞ വർക്കുകളുണ്ട്. ഈ ക്രാഷ് ബാരിയർ കോൺക്രീറ്റ് ചെയ്ത് പിടിപ്പിക്കുക അങ്ങനെയുള്ള വർക്കുകളാണ് ഇപ്പോൾ അധികം നടക്കുന്നത്. പിന്നെ ഓപ്പോസിറ്റ് സൈഡിൽ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ഭാഗത്തൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കുകൾ അങ്ങനെയുള്ള വർക്കുകളൊക്കെയാണ്. ഇവിടെ നമുക്ക് കാണാം കുറച്ച് ഭാഗത്ത് ഇനി സർവീസ് റോഡിൻ്റെ വർക്കുകൾ താഴ്ഭാഗത്തേക്കുണ്ട്. ഇത് പഴയ റോഡാണ്. ഈ പഴയ റോഡിലൂടെ തന്നെയാണ് ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്നത്. അപ്പോൾ നമുക്ക് താഴ്ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് കോട്ടക്കൽ വരുന്ന ഭാഗത്തേക്ക് പോകുമ്പോൾ കാണുന്ന ഒരു വയഡക്റ്റിൻ്റെ പാലച്ചിറമാട് വയഡക്റ്റാണ് ഇത്. വയഡക്റ്റിൻ്റെ അടിഭാഗത്തുകൂടെ നമ്മളിപ്പോൾ കടന്നു പോകുന്നിട്ട് ഈ വയഡക്റ്റിൻ്റെ ഭാഗത്തൊക്കെ ഇപ്പോൾ ചെറിയ ഫിനിഷിംഗ് വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. വെള്ളം ഒഴുകി പോകാനുള്ള പൈപ്പുകളൊക്കെ വെക്കുന്ന വർക്കുകൾ കോഴിക്കോട് ഭാഗത്തൊക്കെ അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ പൈപ്പുകളൊക്കെ വെച്ച് നമ്മൾ കാണിച്ചിരുന്നു. അപ്പോൾ ഇനി ഇവിടെ കാണിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെയുള്ള പുതിയ മാറ്റങ്ങൾ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് കൂടുതൽ യാത്രകൾ ചെയ്യാനും വീഡിയോകൾ എടുക്കാനും പറ്റുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുന്ന പ്രതീക്ഷയോടെ വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.